കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമായിരിക്കുന്നു. KMCയിൽ നിന്നും 50 ഇനം മരുന്നുകൾ എത്തിച്ചിട്ടുണ്ട്. കാരുണ്യ മെഡിക്കൽ ഷോപ്പുകൾ വഴി വിതരണം ചെയ്യും. ആരോഗ്യമന്ത്രിയുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് മരുന്നെത്തിയിരിക്കുന്നത്. ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ സ്ഥലം MP അടക്കം നിരാഹാരം ഇരിക്കേണ്ടി വന്ന വിഷയമാണ്. അതിലിപ്പോൾ താൽക്കാലിക പരിഹാരമായിരിക്കുന്നു. സ്മൃതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിന് താൽക്കാലികമായി പരിഹാരമാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം 50 ഇന അവശ്യ മരുന്നുകൾ ഇപ്പോൾ KMCയിൽ നിന്ന് കാരുണ്യ വഴി വിതരണം ചെയ്യുന്നതിന് വേണ്ടി എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വരുന്ന 2 ദിവസത്തിനകം 100 ഇന മരുന്നുകൾ കൂടി എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഒപ്പം തന്നെ പ്രിൻസിപ്പൽ ഇരുവരും തിരുവനന്തപുരത്ത് എത്തുകയും ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കൂടി ഫലമായാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം പെട്ടെന്ന് വരികയും ചെയ്തത്. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ ഒരു 100 ഇന മരുന്നുകൾ അല്ലെങ്കിൽ 150 ഇന മരുന്നുകൾ അതിൻ്റെ ഒരു അളവിൽ എത്തിച്ചതുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരം സാധ്യമാകില്ല. അതിനപ്പുറത്തേക്ക് സ്വകാര്യ മരുന്ന് കമ്പനികൾക്ക് വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുകയായ ഏതാണ്ട് 90 കോടിയോളം രൂപയുണ്ട്. ആ തുക എപ്പോൾ നൽകും എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് മരുന്ന് വിതരണം എളുപ്പത്തിൽ സാധ്യമാകാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നില്ല. ചർച്ചകൾക്ക് പോലും അത്തരം മരുന്ന് വിതരണ കമ്പനികളെ ആരോഗ്യവകുപ്പ് മന്ത്രിയോ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പ്രശ്നപരിഹാരം സാധ്യമാകണമെങ്കിൽ നേരത്തെ തന്നെ മരുന്ന് വിതരണ കമ്പനികൾ മുന്നോട്ട് വെച്ച നിലപാടെന്ന് പറയുന്നത് ഒക്ടോബർ മാസം വരെയെങ്കിലുമുള്ള കുടിശ്ശിക തുക നൽകണമെന്നുള്ളതാണ്. അത് നൽകിയാൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ തുടർന്ന് മരുന്ന് വിതരണം സാധ്യമാക്കാനാകുന്ന സാഹചര്യം ഉണ്ടാവുക. ആ കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മരുന്ന് പ്രതിസന്ധി പൂർണ്ണമായും മാറി എന്നുള്ള നിലയിലേക്ക് നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇതുപോലെ 50 ഇന മരുന്നുകൾ അല്ലെങ്കിൽ 100 ഇന മരുന്നുകൾ താൽക്കാലികമായി എത്തിച്ച് നിലവിൽ ഉണ്ടായിരിക്കുന്ന ഉയർന്നു വന്ന പ്രതിഷേധ സ്വരങ്ങളെ അല്പമെങ്കിലും ഒന്ന് ശമിപ്പിക്കാം എന്നുള്ളത് മാത്രമായി നടപടി മാറുമെന്നുള്ളതാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ഇത്തരത്തിൽ മരുന്ന് വിതരണത്തിനുള്ള നീക്കങ്ങൾ നടത്തിയത് ശ്ലാഘനീയമാണ്. അല്ലാത്ത പക്ഷം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെ പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ട സാഹചര്യം രൂപപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അത് ക്യാൻസർ രോഗികളെയും ഉൾപ്പെടെ അങ്ങനെ ഈ പലവിധ രോഗങ്ങൾക്ക് എത്തുന്ന സാധാരണക്കാരായ മനുഷ്യരെ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെട്ട ഘട്ടത്തിലാണ് താൽക്കാലിക ആശ്വാസമായിരിക്കുന്നതെന്നാണ് ദീപക് മലയമ്മ റിപ്പോർട്ട് ചെയ്യുന്നത്.